വെൽക്കം. തഹ്മനാണ്. പെത്തോളജി ഹീമോഡൈനാമിക്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ ത്രോംബോസിസിനെ കുറിച്ചിട്ടാണ്. ത്രോംബോസിസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹീമോസ്റ്റാസിസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സോ ഇവിടെ നമുക്ക് ത്രോംബോസിസ് അതിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് പറയണം. ദെൻ പാത്തോജെനെസിസ് ഓഫ് ത്രോംബോസിസ് ഒന്ന് പറയണം. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് പറയണം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടീരിയൽ ത്രോംബൈ ആൻഡ് വീനസ് ത്രോംബസ് ഒന്ന് പറയണം. ദെൻ ഫൈനലി വാട്ട്സ് ദ ഫേറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. ഹീമോസ്റ്റാസിസിൽ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ പറഞ്ഞത് ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുന്നു. ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ബ്ലഡ് വെസൽ. ഇതാ ഇവിടെ ഒരു മുറിവുണ്ടാകുന്നു, ബ്ലഡ് പുറത്തേക്ക് വരുന്നു ആൻഡ് ഇവിടെ രക്തം കട്ട പിടിക്കുന്നു, പുറത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ നിൽക്കുന്നു. ഇതാണ് ഹീമോസ്റ്റാസിൽ. ത്രോംബോസിസിലും രക്തം കട്ട പിടിക്കൽ തന്നെയാണ് നടക്കുന്നത്. ഫോർമേഷൻ ഓഫ് ക്ലോട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ ബ്ലഡ് വെസൽസിൽ മുറിവില്ല, പുറത്തേക്ക് ബ്ലഡ് ഒഴുകുന്നില്ല. ഈ കട്ട പിടിക്കൽ നടക്കുന്നത് ബ്ലഡ് വെസലിനുള്ളിൽ തന്നെയാണ് എന്നുള്ളതാണ്. സോ ഇതാണ് കോർ ഡിഫറൻസ്. രണ്ടും രക്തകട്ട പിടിക്കലാണ്. ഒന്ന് ഇവിടെ പുറത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ ആണ് തടസ്സപ്പെടുക, പുറത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ നിലയ്ക്കുന്നു. ഇത് അകത്താണ് ബ്ലഡ് കട്ടപിടിക്കുക. സോ അപ്പൊ ഹീമോസ്റ്റാസിസ് ഈസ് നോർമൽ ആണ്, സ്വാഭാവിക പ്രക്രിയയാണ്, ഫിസിയോളജിക്കൽ ആണ്. ഫിസിയോളജിക്കൽ പ്രോസസ് ആണെങ്കിൽ ഇതോ ത്രോംബോസിസ് അസ്വാഭാവികമാണ്, നോർമൽ അല്ല. ഇറ്റ് ഈസ് എ പത്തോളജിക്കൽ പ്രോസസ് ആണ്. പത്തോളജിക്കൽ പ്രോസസ് ഇതുമൂലം നമുക്ക് അസുഖങ്ങളാണ് ഉണ്ടാവുക, ഡിസീസസ് ആണ് ഉണ്ടാവുക. സോ ത്രോംബോസിസ് നമ്മുടെ രക്തക്കുഴലിനകത്ത്, അത് ഹൃദയത്തിലാകാം അല്ലെങ്കിൽ രക്തക്കുഴലിനകത്ത് അസ്വാഭാവികമായിട്ട് രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയയാണ്. ഇതുമൂലം രക്തപ്രവാഹം ഇങ്ങോട്ട് ബ്ലഡ് ഒഴുകുകയാണെങ്കിൽ തടസ്സപ്പെടുന്നു. സോ ഡെഫിനിഷൻ ഇത് അങ്ങോട്ട് ഇംഗ്ലീഷിലാക്കിയ ഡെഫിനിഷനായി. സോ ത്രോംബോസിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്. എവിടെ? ഇൻസൈഡ് എ ബ്ലഡ് വെസലിന് ഉള്ളിൽ ഓർ ഹേർട്ടിലും ആകാം. ആരാണ് കട്ട പിടിക്കുന്നത്? ഫ്രം ദ constituents of flowing blood. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് തന്നെയാണ് കട്ട പിടിക്കുക. ആൻഡ് എന്ത് സംഭവിക്കും? അപ്പോൾ സംഭവിക്കുന്നത് ഒബ്സ്ട്രക്ഷൻ ആണ്. ഒബ്സ്ട്രക്റ്റിംഗ് ദ ബ്ലഡ് ഫ്ലോ ത്രൂ ദ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടും. ഇതാണ് ഒരു ഡെഫിനിഷൻ. രണ്ടാമത്തത് വളരെ വളരെ സിമ്പിൾ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ത്രോംബോസിസ് ഈസ് ഡിഫൈൻഡ് ആസ് പത്തോളജിക്കൽ ഫോർമേഷൻ. എന്താണ് ഉണ്ടാകുന്നത്? ഓഫ് ബ്ലഡ് വെസലിനകത്ത് ഇൻട്രാവാസ്കുലാർ. എന്താണ് ഉണ്ടാകുന്നത്? കൃത്യമായിട്ട് നമ്മൾ പറയണം. ഫൈബ്രിൻ ആൻഡ് പ്ലേറ്റ്ലെറ്റും ഫൈബ്രിനും ചേർന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. അതിന്റെ പേര് ത്രോംബസ് എന്നാണ്. സോ ഇതാണ് സിമ്പിൾ ഡെഫിനിഷൻ. പത്തോളജിക്കൽ ഫോർമേഷൻ ഓഫ് ഇൻട്രാവാസ്കുലാർ ഫൈബ്രിൻ ആൻഡ് പ്ലേറ്റ്ലെറ്റ്. ഇറ്റ്സ് കോൾഡ് ആസ് ത്രോംബസ്. സോ എന്താണ് ഇപ്പൊ ത്രോംബസ് ആണ് ഈ കട്ട പിടിച്ചുണ്ടായിരിക്കുന്ന ഈ സോളിഡ് മാസ് ഓഫ് കട്ട. ഇതാണ് ത്രോംബസ് എന്ന് പറയുന്നത്. സോ മാസ് ഓഫ് ഇൻട്രാവാസ്കുലാർ ഫൈബ്രിൻ ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ ത്രോംബസ് ആണ്. ഇനി കട്ട ഉണ്ടാകുന്ന ബേസിക് പ്രോസസ് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഹീമോസ്റ്റാസിസിൽ പറഞ്ഞ സെയിം പ്രോസസ് തന്നെയാണ്. പ്രൈമറി പ്ലഗ് ഫോർമേഷൻ, അത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഉണ്ടാവുക. ദെൻ സെക്കൻഡറി പ്ലഗ് ഉണ്ടാവുന്നത് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൂടെ നമ്മുടെ ഫൈബ്രിൻ ആയിട്ടുള്ള സംഭവങ്ങൾ അതും കൂടി വന്നു ചേരുന്നു. ഇതിങ്ങനെ പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ അതിന് ചുറ്റും ഇങ്ങനെ ഫൈബ്രിനും കൂടി വന്നു ചേരുമ്പോൾ കട്ടയായി. പ്ലേറ്റ്ലെറ്റ്സ് പ്ലസ് ഫൈബ്രിൻ. പക്ഷെ അവിടെ ഇഞ്ചുറി ഉണ്ടായിരുന്നു, ഇവിടെ ഇഞ്ചുറി ഇല്ല. അതാണ് വ്യത്യാസം. സോ ബേസിക് മെക്കാനിസം ഈസ് സെയിം. അതുകൊണ്ട് അത് ഹീമോസ്റ്റാസിസിൽ പറഞ്ഞാണ്. സോ അത് നമ്മൾ ഇവിടെ പറയുന്നില്ല. ഇവിടെ ഇഞ്ചുറി ഇല്ലാതെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് വ്യത്യാസം. സോ ഇവിടെ ബ്ലഡ് ഫ്ലോ ഈസ് ഒബ്സ്ട്രക്റ്റഡ്. അല്ലെ, ഏത് ഓർഗനിലേക്ക്? ഇങ്ങോട്ടേക്കാണ് ബ്ലഡ് പോകുന്നത്. ഇതൊരു ഓർഗൻ ആണെന്ന് വിചാരിക്കുക. ഈ ഓർഗനിലേക്കാണ് ബ്ലഡ് പോകേണ്ടിരുന്നത്. അത് കുറയും. സോ അപ്പൊ എന്ത് പറ്റും? ഇവിടെ ഹൈപ്പോക്സിയ ഉണ്ടാകും, ഇഷ്കീമിക് ഇഞ്ചുറി ഉണ്ടാകും, നെക്രോസിസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. സോ ഇതാണ് ഒരു പ്രശ്നം. വീനസ് ത്രോംബോസും ആർട്ടീരിയൽ ത്രോംബോസും വ്യത്യാസമുണ്ട്. ഞാൻ പറയാം. ഇനി ത്രോംബസ് ഇങ്ങനെ ബ്ലഡിൽ ഒട്ടിച്ചേർന്നിരിക്കുക അല്ലെ, പക്ഷെ ഇത് ഇവിടെ നിന്ന് അങ്ങ് വിട്ടുപോയിട്ട് ഇങ്ങോട്ടേക്ക് അങ്ങ് പോകാം. സോ ദിസ് ത്രോംബസ് ക്യാൻ ഗെറ്റ് ഡിറ്റാച്ച്ഡ്. അത് വിട്ടുപോകാം. ഡിറ്റാച്ച് ഓർ ഡിസ്ലോഡ്ജ്. ഇരുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുപോകും ഫ്രം ദ സൈറ്റ്. ആൻഡ് ഇത് രക്തത്തിലൂടെ ഒഴുകുന്നു. അപ്പോൾ ഈ രക്തത്തിലൂടെ ഒഴുകുന്ന ഈ സംഭവത്തിന് നമ്മൾ വേറെ പേര് വിളിക്കും. അതാണ് നമ്മൾ എംബോളൈ എന്ന് വിളിക്കും. എംബോളൈ, കട്ടയാണ് എംബോളൈ. ഒഴുകുന്ന ഈ പ്രോസസ്സിന് നമുക്ക് എംബോളിസം എന്ന് നമുക്ക് വേറെ പറയാം. ആൻഡ് ഈ എംബോളൈ വേറെ എവിടെയെങ്കിലും പോയി ഈ ഓർഗനിൽ ഇവിടെ പോയി അവിടെയും തടസ്സമുണ്ടാകും. അപ്പോൾ അടുത്ത ചോദ്യം, ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു? അപ്പോൾ പാത്തോജെനിസിസ് ആണ് നമുക്ക് പറയേണ്ടത്. പാത്തോജെനിസിസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് വിർച്ചോ ആണ്.
വിർച്ചോസ് ട്രയാഡ് എന്നാണ്. 3 കാരണങ്ങളാണ് നമ്മൾ പുള്ളി പറഞ്ഞത് വിർച്ചോ. സോ 3 കാരണങ്ങൾ വിർച്ചോ പറഞ്ഞുകൊണ്ട് 3 കൂടി ചേർത്തിട്ടാണ് നമ്മൾ വിർച്ചോസ് ട്രയാഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാം. സോ 3 പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ഫോർ ത്രോംബസ് ഫോർമേഷൻ. ഒന്ന് എൻഡോതീലിയൽ ഇഞ്ചുറി ആണ്, ഇഞ്ചുറി ടു ദ എൻഡോതീലിയൽ സെൽസ് ഓഫ് ദ ബ്ലഡ് വെസൽസ്. 2 ഓൾട്ടേർഡ് ബ്ലഡ് ഫ്ലോയിൽ വരുന്ന മാറ്റം. 3ാമത്തേത് ഹൈപ്പർ കൊയാഗുലബിലിറ്റി ഓഫ് ബ്ലഡ് വേഗം കട്ടപിടിക്കുന്നു അല്ലെങ്കിൽ കൊയാഗുലേഷൻ നടക്കും. സോ ഇത് 3 ഫാക്ടേഴ്സ് ആണെങ്കിലും ഇത് ഇന്റർഡിപെൻഡന്റ് ആണ്. എൻഡോതീലിയൽ ഇഞ്ചുറി മൂലം ഓൾട്ടേർഡ് ബ്ലഡ് ഫ്ലോ ഉണ്ടാകാം, ഹൈപ്പർ കൊയാഗുലബിലിറ്റി ഉണ്ടാകും. ഓൾട്ടേർഡ് ബ്ലഡ് ഫ്ലോ മൂലം എൻഡോതീലിയൽ ഇഞ്ചുറി ഉണ്ടാകാം, ഹൈപ്പർ കൊയാഗുലബിലിറ്റി ഉണ്ടാകും. സോ 3 കണക്റ്റഡ് ഫിനോമിനൻസ് ആണ്, ഇവന്റ്സ് ആണ്. സോ ഇതാണ് വിർച്വോസ് ട്രയാഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയണം, ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറയണം. സോ നമുക്ക് ആദ്യത്തേത് എൻഡോതീലിയൽ ഇഞ്ചുറിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാ. ഇഞ്ചുറി ടു എൻഡോതീലിയൽ സെൽസ്. കാര്യങ്ങൾ എല്ലാം നോർമലാണെങ്കിൽ, ഉദാഹരണം ബ്ലഡ് പ്രഷർ നോർമലാണ്, ബ്ലഡ് ഫ്ലോ അത് നോർമൽ ആണെന്ന് വിചാരിക്കുക, ആക്സിയൽ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ലാമിനാർ ബ്ലഡ് ഫ്ലോ ആണെന്ന് വിചാരിക്കുക. ബ്ലഡിലുള്ള ഫാക്ടേഴ്സ്, ബ്ലഡിലുള്ള കൊയാഗുലേറ്റിംഗ് ഫാക്ടേഴ്സ് എല്ലാം നോർമൽ ആണെങ്കിൽ അപ്പോൾ അവിടെ ത്രോംബോസിസ് ഉണ്ടോ? ഇല്ല, നോ ത്രോംബോസിസ് അവിടെ നടക്കുന്നില്ല. പക്ഷെ ഇവയിൽ ഏതെങ്കിലും ഓൾട്ടറേഷൻ വന്നാൽ, അപ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽ വരയ്ക്കുകയാണെങ്കിൽ ബ്ലഡ് വെസലിലെ ഏറ്റവും ഇന്റീരിയർ അല്ലെ, ഈ സെൽസ് ആർ എൻഡോതീലിയൽ സെൽസ് ഓർ ദിസ് ലെയർ ഈസ് ട്യൂണിക്ക ഇന്റിമയാണ് ഈ കാണുന്ന സെൽസ്. സോ ട്യൂണിക്ക ഇന്റിമയിലെ ഈ എൻഡോതീലിയൽ സെൽസ് വിൽ ബിക്കം ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ എൻഡോതീലിയൽ ഇഞ്ചുർഡ് നമുക്ക് പറയാം, അല്ലെങ്കിൽ എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ എന്ത് പറഞ്ഞാലും നമ്മൾ ആക്ടിവേഷൻ എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. സോ ദിസ് സെൽസ് ആർ ആക്ടിവേറ്റ്. സോ നോർമലി എൻഡോതീലിയൽ സെൽസ് രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയും, കട്ടപിടിക്കണം ഒന്ന്, അതിന് നമുക്ക് ആവശ്യമാണ്, വേണ്ട കട്ടപിടിക്കണ്ട, 2 സാധ്യതയുണ്ട് കട്ടപിടിക്കണ്ട. ഈ 2 സാധ്യതയും തമ്മിൽ ഒരു ബാലൻസിലാണ്. നമുക്കതിനെ കട്ടപിടിക്കേണ്ടതിനെ പ്രോകോയാഗുലന്റ് എന്ന് വിളിക്കാം. സോ പ്രോകോയാഗുലന്റ് ചേഞ്ചസ് ഈസ് ഈക്വൽ ടു ആന്റിഫൈബ്രിനോലിറ്റിക് ചേഞ്ചസ്. ഇതുമായിട്ടൊരു ബാലൻസിൽ നിൽക്കുകയാണ്. ബട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ, സോ എൻഡോതീലിയൽ സെൽസ് ആക്ടിവേഷൻ മീൻസ് ചേഞ്ചസ് ഇൻ എൻഡോതീലിയൽ സെൽസിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. ആൻഡ് ദിസ് make the blood more prone to clot. So prone to clotting ആകുന്നു എന്നുള്ളതാണ്. So activated endothelial cells നമുക്ക് ഇങ്ങനെ എഴുതാം. This predisposes to thrombosis. So endothelial cells activated ആയി കഴിഞ്ഞാൽ അത് ത്രോംബോസിസിന് പ്രീഡിസ്പോസിഷൻ ആണ്. സോ എന്തെല്ലാമാണ് പ്രോകോയാഗുലന്റ് ഫാക്ടേഴ്സ് ആൻഡ് എന്തെല്ലാമാണ് ആന്റിഫൈബ്രിനോലിറ്റിക് ആക്ഷൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സോ പ്രോകോയാഗുലന്റിന് എതിരുള്ള ഓപ്പോസിറ്റുള്ള എല്ലാ ഫാക്ടേഴ്സും ഡൗൺ റെഗുലേറ്റഡ് ആകും. അതെല്ലാം ഡൗൺ റെഗുലേറ്റ് ആണ്. സോ ഡിക്രീസ് ഇൻ ത്രോംബോമോഡുലിൻ ഓർ ഡിക്രീസ് ഇൻ പ്രോട്ടീൻ സി പോലുള്ള സംഭവങ്ങൾ, ഡിക്രീസ് ഇൻ ടിഷ്യൂ ഫാക്ടർ പാത്വേ ഇൻഹിബിറ്റേഴ്സ് TFPI എന്ന് നമുക്ക് എഴുതാം. ആൻഡ് അപ്പ് റെഗുലേഷൻ ഓഫ് ദിസ് ആന്റിഫൈബ്രിനോലിറ്റിക് ആക്ഷൻ, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻഹിബിറ്റേഴ്സ് PAI. സോ അത് കൂടുമ്പോഴത്തേക്കും ഡിക്രീസ് ഇൻ TPA ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഒക്കെ കുറച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് എന്ത് സംഭവിക്കുക, സം ടോക്സിൻസ് ഓർ സം റിലേറ്റഡ് എൻഡോതീലിയൽ ഡാമേജ് ഉണ്ടാകുന്നത്. പൊട്ടുന്നില്ല, എവിടെ ഉള്ളത് സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. ദിസ് മെംബ്രെയിൻ ഈസ് ഇൻടാക്ട്. ഇവിടെയാണ് ചെറിയ ചേഞ്ചസ് ഉള്ളത്. എൻഡോതീലിയൽ സെൽ ഇഞ്ചുറി ഉണ്ട്, പക്ഷേ എൻ്റെ സബ് എൻഡോതീലിയൽ ടിഷ്യൂ ഒന്നും ബ്രേക്കപ്പ് ആയിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കുക, മുറിഞ്ഞിട്ടില്ല. ദിസ് കോസസ് ആക്ടിവേഷൻ. സോ അപ്പോൾ എന്തൊക്കെ സംഭവിക്കാം, ഇതിൽ നിന്ന് പുറത്തേക്ക് വരാവുന്ന സംഭവങ്ങൾ വീണ്ടും പ്രോകോയാഗുലേഷൻ ഫാക്ടേഴ്സ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഇൻക്രീസ്ഡ് എക്സ്പ്രഷൻ ഓഫ് എന്തൊക്കെ ഉണ്ടാകും, വാസ്കുലാർ അഡ്ഹഷൻ മോളിക്യൂൾസ് അല്ലെ, ഏതൊക്കെയാണ് സെലക്ടിൻസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, സെലക്ടിൻസ് ഒക്കെ ആക്ടിവേറ്റഡ് ആയിട്ടുണ്ടാകും. ഇൻക്രീസ്ഡ് വോൺ വില്ലെബ്രാൻഡ് ഫാക്ടർ അത് കൂടുതലാകും. ഇൻക്രീസ്ഡ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഇൻക്രീസ്ഡ് ആവും. ത്രോംബോപ്ലാസ്റ്റിൻ ഇൻക്രീസ്ഡ് ആവും. ദെൻ ഇൻഹിബിറ്റർ ഓഫ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു.
കഴിഞ്ഞു. ദെൻ ഇവിടെ കുറഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ ഏതൊക്കെയാണ്? കാരണം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന കാര്യം ഒന്ന് അവിടെയുള്ള ഹെപ്പരാൻ ആണ്. ഹെപ്പരാൻ സൾഫേറ്റ് ഓർ ഹെപ്പാരിൻ ലൈക്ക് സബ്സ്റ്റൻസ് നമുക്ക് പറയാം. ദെൻ പിന്നെ അഡിനോസിൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ട്, ത്രോംബോക്സൈൻസ്. സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എല്ലാം. ദെൻ ത്രോംബോമോഡുലിൻ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു. ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ നമ്മൾ പറഞ്ഞു ഇവിടെ. ഓക്കെ, ദെൻ ADPases, PGI2 ഇസ് ഇമ്പോർട്ടൻ്റ് ആണ്. PGI2 മീൻസ് പ്രോസ്റ്റാസൈക്ലിൻ ആണ്. അത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന സംഭവമാണ്. ദെൻ പ്രോത്രോംബിന്റെ ഫാക്ടറിന്റെ എമൗണ്ട് കൂടും, ആന്റി ത്രോംബോട്ടിക് ഫാക്ടേഴ്സ് ഡിക്രീസ് ചെയ്യും. സോ എന്തായാലും കട്ട പിടിക്കേണ്ട കാര്യങ്ങൾ എല്ലാം വർദ്ധിക്കുകയും കട്ട പിടിക്കാതിരിക്കാനുള്ള സംഭവങ്ങളെ എല്ലാം വീണ്ടും താഴ്ത്തുകയും കട്ട പിടിക്കാതിരിക്കാനുള്ള സംഭവങ്ങളുടെ കുറയ്ക്കുകയും ചെയ്യും. അപ്പോഴത്തേക്കും രക്തം കട്ട പിടിക്കും. സോ ഇതാണ് സംഭവിക്കുക. രക്തം കട്ട പിടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സെയിം പ്രോസസ് തന്നെ. പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷൻ, ആക്ടിവേഷൻ, അഗ്രിഗേഷൻ, ദെൻ ഫൈബ്രിൻ കോയാഗുലേഷൻ സിസ്റ്റം ആക്ടിവേഷൻ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആക്ടിവേഷൻ, അവസാനം ക്ലോട്ട് ഫോം ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നില്ല. സോ ഇനി എൻഡോത്തീലിയൽ ഇഞ്ചുറി എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് ധാരാളം കാരണങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു ഈ 3 ഫാക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. സോ അതുകൊണ്ടുണ്ടാവുന്നത് ഇതുകൊണ്ടുണ്ടാകാം, ഇതുകൊണ്ടുണ്ടാവുന്നു അതുകൊണ്ടുണ്ടാകും. എങ്കിലും 2-3 കാരണങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം. വൺ ഈസ് ഹൈപ്പർ കൊളസ്ട്രോലീമിയ മൂലം ഉണ്ടാകാം. ദെൻ ഇൻഫ്ലമേഷൻ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഇൻഫ്ലമേഷൻ നമുക്ക് എഴുതാം. ദെൻ ലോക്കൽ പ്രധാനപ്പെട്ട കാരണം സിഗരറ്റ് സ്മോക്കിംഗ് മൂലം എൻഡോത്തീലിയൽ സെൽസ് ആക്ടിവേഷൻ ഉണ്ടാകാം. ദെൻ വൈറസസോ അതർ സംഭവങ്ങളൊക്കെ. ദെൻ ഹൈപ്പർ ടെൻഷൻ മൂലം. സോ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചു മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാം. ആൻഡ് ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ എൻഡോത്തീലിയൽ സെൽസ് ആക്ടിവേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയി. അത് ഇവിടെയുള്ള ട്യൂണിക്ക ഇന്റിമയിലുള്ള ഇവിടെയുള്ള സ്മൂത്ത് മസിൽസ് മോർ മൈഗ്രേറ്റ്. സ്മൂത്ത് മസിൽ മൈഗ്രേഷൻ ആൻഡ് പ്രോലിഫറേഷൻ ഇവിടെ നടക്കുന്നത്. സോ മൈഗ്രേഷൻ ആൻഡ് പ്രോലിഫറേഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് അവിടെയുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ മൂലമാണ് നടക്കുക. സോ ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ ദിസ് ക്യാൻ പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ആൻഡ് ഈ ഏരിയ ബിക്കം നോൺ കൺട്രാക്റ്റൈൽ. എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് നോൺ കൺട്രാക്റ്റൈൽ ആണ്. ഈ ഏരിയ അപ്പോൾ ദിസ് കോൾഡ് ആസ് ഇന്റിമൽ തിക്കനിങ് എന്നാണ് പറയുന്നത്. ഇന്റിമൽ തിക്കനിങ് ഉണ്ടാകുമ്പോഴത്തേക്കും ദ ബ്ലഡ് വെസൽസിന്റെ കൺട്രാക്റ്റൈൽ റെസ്പോൺസ് വിൽ ബിക്കം ഓൾട്ടർഡ്. അപ്പോൾ ഇറ്റ് ക്യാൻ കോസ് വാസ്കുലാർ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാം. സോ വാസ്കുലാർ ഒബ്സ്ട്രക്ഷൻ. സോ അപ്പോൾ പ്ലേറ്റ്ലെറ്റിന് വന്ന് അടിഞ്ഞു തരാനുള്ള ഒരു കാരണമായി. ഇനി രണ്ടാമത്തെ കാരണം, നമ്മൾ വിർച്ച് ഓഫ് ട്രയഡിൽ പറഞ്ഞ രണ്ടാമത്തെ കാരണം ഈസ് അബ്നോർമൽ ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ആണ്. ബ്ലഡ് ഫ്ലോ ഈസ് അബ്നോർമൽ. നോർമലി നമ്മുടെ ബ്ലഡ് വെസൽ ഇതാണെങ്കിൽ ഇത് എൻഡോത്തീലിയൽ സെൽസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ എൻഡോത്തീലിയൽ സെൽസ് ഇരിക്കുന്നു. സോ നടുവിൽ ലാമിനാർ ഫ്ലോ ആണ് ഉള്ളത് ബ്ലഡ് വെസൽസിലുള്ളത്. ഏറ്റവും നടുവിൽ WBC ആണ്. WBC ഏറ്റവും നടുവിൽ, കാരണം അതിന് വെയിറ്റ് കൂടുതലാണ്. ആൻഡ് ഇതിന് ചുറ്റും RBC ഇങ്ങനെ പോകുന്നു. സോ ഇതാണ് സെൻട്രൽ സ്ട്രീം. ഇതാണ് റാപ്പിഡ്ലി മൂവിങ് സ്ട്രീം എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് ചുറ്റുമാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ഉള്ളത്. പ്ലേറ്റ്ലെറ്റ്സ് ഇതിന് ചുറ്റുമാണ് ഉള്ളത്. ആൻഡ് ഈ പ്ലേറ്റ്ലെറ്റ്സിനും ഈ നമ്മുടെ എൻഡോത്തീലിയൽ സെൽസിനും ഇടയിൽ അവിടെ ബ്ലഡിന്റെ പ്ലാസ്മയാണുള്ളത്. സോ ഇവിടെ WBC, അത് കഴിഞ്ഞ പിന്നെ RBC, ദെൻ റിം ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്, ദെൻ പ്ലാസ്മ. സോ അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സും ഈ എൻഡോത്തീലിയൽ സെൽസും തമ്മിൽ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇല്ല, സെപ്പറേഷൻ ഉണ്ട്. പക്ഷേ ബ്ലഡ് ഫ്ലോയിൽ മാറ്റം ഉണ്ടായാൽ, ഉദാഹരണത്തിന് 2 തരം മാറ്റം ഉണ്ടാവും. ഒന്ന് ഇറ്റ് ക്യാൻ ബി ടർബുലന്റ് ഫ്ലോ ആകാം, ഓർ ഇറ്റ് ക്യാൻ ബി സ്റ്റാസിസ് ആകാം, ഓർ either സ്റ്റാസിസ് ഓർ ടർബുലന്റ്. രണ്ടായാലും സ്റ്റാസിസ് വന്നു കഴിഞ്ഞാൽ അതവിടെ ഇങ്ങനെ പതിയാണ് മൂവ് ചെയ്യുമ്പോൾ ഈ ആൾക്കാർ ഇവിടെ വരും. ഇതൊക്കെ ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യും, കൂടുതൽ ഇന്ററാക്ഷൻ വരും. ടർബുലൻസ് വന്നാലും സ്റ്റാസിസ് പോക്കറ്റ്സ് ഉണ്ടാകും. നമ്മൾ ബെർണോളിസ് തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഭയങ്കരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ അവിടെ ഇവിടെ ഈ അറ്റത്ത് ചിലപ്പോൾ ബ്ലഡ് ഫ്ലോ കുറവായിരിക്കും. സോ അവിടെയും സ്റ്റാസിസ് വരാം, അല്ലെങ്കിൽ ഇതിന് മുറിവ് വരാം. ഓക്കെ, സോ ടർബുലന്റ് ആണെങ്കിൽ മുറിവ് വരാം, എൻഡോത്തീലിയൽ ഇഞ്ചുറി ഉണ്ടാകാം. സ്റ്റാസിസ് ആണെങ്കിൽ ഇങ്ങനെ വന്ന് ഒട്ടിച്ചേർന്നിരിക്കാം. സോ ചേഞ്ചസ് ഇൻ ബ്ലഡ് ഫ്ലോ ലീഡ് ടു ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് എൻഡോത്തീലിയം. പ്ലേറ്റ്ലെറ്റ്സും ഇതും തമ്മിൽ ഇന്ററാക്ഷൻ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. സോ പ്ലേറ്റ്ലെറ്റ്സ് ക്യാൻ നൗ അഡ്ഹിയർ ടു ദ എൻഡോത്തീലിയൽ സെൽസ്. അപ്പോൾ ബ്ലഡ് ഫ്ലോ കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ പറഞ്ഞൊക്കെ തന്നെയാണ്. അതീറോസ്ക്ലീറോട്ടിക് ലീഷൻസ് ഉണ്ടെങ്കിൽ ബ്ലഡ് ഇവിടെ ലീഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ബ്ലഡ് ഫ്ലോ നാരോ ആകുമ്പോൾ ടർബുലന്റ് ആകുമ്പോൾ ഇഞ്ചുറി ആകും. ഓക്കെ, അങ്ങനെ വരാം. ദെൻ അക്യൂട്ട് MI സംഭവിക്കാം. ദെൻ ഏട്രിയൽ ഫിബ്രിലേഷൻ കേസിലുണ്ടാകാം. ദെൻ പ്രൊലോങ്ഡ് റെസ്റ്റ് എടുക്കുകയാണ്, ഒരാളിങ്ങനെ കിടക്കുകയാണോ, കൂടുതൽ നേരം കിടക്കുമ്പോഴത്തേക്കും ഗ്രാവിറ്റി മൂലം ഒക്കെ സംഭവങ്ങൾ പതിയെ സ്റ്റാസിസ് വന്നിട്ട് ഇവിടെ കൂടുതൽ നേരം ചേർന്നിരിക്കാം. സ്റ്റാസിസ് ഓഫ് ബ്ലഡ് ഫ്ലോ വരാം. ദെൻ പോളിസൈത്തീമിയ, സംഭവങ്ങളൊക്കെ വളരെയധികം കൂടുതലാണെങ്കിലും പ്രശ്നമാണ്. ഹൈപ്പർ വിസ്കസ് ബ്ലഡ് കണ്ടീഷൻസ് വരാം. ദെൻ സിക്കിൾ സെൽ അനീമിയ. സോ ഇതൊക്കെ നമുക്ക് മറ്റേ കേസിലും പറയാം, വിസ്കോസിറ്റി കൂടുന്ന കേസിലും ഇതൊക്കെ തന്നെ പറയാം. സോ റീസൺസ് ഇതൊക്കെയാണ് സം റീസൺസ്. മൂന്നാമത്തെ വിർച്ച് ഓഫ് ട്രയഡ് എന്ന് പറയുന്നത് ഹൈപ്പർ കൊയാഗുലബിലിറ്റി ആണ്.
ഹൈപ്പർ കോയാഗുലബിലിറ്റി ഓഫ് ബ്ലഡ് കൂടുതലായിട്ട് കൊയാഗുലേറ്റ്. സോ ദിസ് ഈസ് അബ്നോർമൽ ആയിട്ടുള്ള ടെൻഡൻസി ഓഫ് ബ്ലഡ് ടു ഫോം ക്ലോട്ട് ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഓൾട്ടറേഷൻ ഇൻ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അബ്നോർമാലിറ്റി. സോ ഇറ്റ് ക്യാൻ ബി പ്രൈമറി ഓർ ജനറ്റിക് റീസൺസ് ആകാം, ഓർ ഇറ്റ് ക്യാൻ ബി അക്യൂർഡ് റീസൺസ് ആകാം. പ്രൈമറിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഫാക്ടർ 5 ലേറ്റൻ അല്ലെങ്കിൽ അതിലുള്ള മ്യൂട്ടേഷൻ ടു ഫാക്ടർ 5 ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ദെൻ ആന്റിത്രോംബിൻ 3യുടെ ഡെഫിഷ്യൻസി ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. ദെൻ മറ്റ് ഒരുപാട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കറിയാം. ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിലൊക്കെ ഉള്ള അബ്നോർമൽ ആയിട്ട് ഇൻക്രീസോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലം സംഭവിക്കുക എല്ലാം ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇനി അക്വേർഡ് ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതൊക്കെ തന്നെയാണ്. പ്രൊലോങ്ഡ് ബെഡ് റെസ്റ്റ് വരുമ്പോൾ ഇമ്മൊബിലൈസേഷൻ, ആള് കിടപ്പിലാണ്. സർജിക്കൽ റീസൺ ആകാം, ആക്സിഡന്റിലാകാം, ഓർ അതർ റീസൺസ് ആകാം. ദെൻ ഡിസെമിനേറ്റഡ് ക്യാൻസറിലാകാം, അല്ലെങ്കിൽ വീണ്ടും പോളിസൈത്തീമിയ പോലുള്ള രോഗങ്ങളാകാം, ഷോക്ക് പോലെയുള്ള കണ്ടീഷൻസ് ആകാം, വേരിക്കോസിറ്റീസ് ഓഫ് ലെഗ് വെയിന്റെ വേരിക്കോസിറ്റീസ് തുടങ്ങിയ. സോ ഇതൊക്കെ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ആൻഡ് ഓൾസോ പ്രീ ഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഫാക്ടേഴ്സ് പറയാൻ ഭയങ്കര ബോറാണ്, അതുകൊണ്ട് ഞാൻ വിട്ടുകളയാം. ഓക്കെ, സോ എനിവേ നമ്മൾ പറഞ്ഞത് വിർച്വൽ ട്രയാഡിൽ പറഞ്ഞ 3 റീസൺസ് കാരണം ത്രോംബസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാത്തോജെനിസിസ് നമുക്കിവിടെ തൽക്കാലം നിർത്തും. സോ അങ്ങനെ ഉണ്ടായ ത്രോംബയെ ഇനി ടൈപ്സ് ഓഫ് ത്രോംബൈ ആണ് നമുക്ക്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ത്രോംബൈ എന്ന് പറഞ്ഞാൽ, 1 ആർട്ടറീസിൽ ഉണ്ടാകുന്ന ത്രോംബൈ നമുക്ക് ആർട്ടീരിയൽ ത്രോംബൈ എന്ന് വിളിക്കാം. രണ്ടാമത് വെയിൻസിൽ ഉണ്ടാകുന്നതാണ്. വെയിൻസിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ വീനസ് ത്രോംബൈ ആണ്, അല്ലെങ്കിൽ നമുക്കത് ഫ്ലിബോ സംതിങ് റിലേറ്റഡ് ടു വെയിൻ ആണ്. ത്രോംബോസിസ് എന്ന് നമ്മൾ ആ കണ്ടീഷനെ വിളിക്കും. ഓക്കെ, ഇനി ഹൃദയത്തിലുള്ള ത്രോംബൈ കാർഡിയക് ത്രോംബൈ ആണ്. ദെൻ ഹേർട്ട് വാൽവിലുള്ളതിന് നമ്മൾ വെജിറ്റേഷൻസ് എന്നൊക്കെ വാക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പല വാക്കുകളൊക്കെ ഉണ്ട്. സോ നമുക്ക് ആർട്ടീരിയൽ ത്രോംബൈ ആൻഡ് വീനസ് ത്രോംബൈ ഒന്ന് കമ്പയർ ചെയ്യണം. ആർട്ടീരിയൽ ത്രോംബൈ ഉണ്ടാകുന്നത് റാപ്പിഡ്ലി ഫ്ലോയിങ് ബ്ലഡിലാണ്. ആർട്ടറിയിൽ നമുക്കറിയാം റാപ്പിഡ്ലി ഫ്ലോയിങ് ബ്ലഡിലാണ് ആർട്ടറീസ്. അപ്പോൾ ആർട്ടറീസിൽ ഉണ്ടാകാം, ഹേർട്ടിൽ ഉണ്ടാകാം. സോ ഇവിടെ ടർബുലൻസ് ഓഫ് ബ്ലഡ് ഫ്ലോ ഉള്ളിടത്താണ് ഇത് ഉണ്ടാകുന്നത്, ആർട്ടീരിയൽ ത്രോംബൈ ഉണ്ടാകും. അല്ലെങ്കിൽ ആക്റ്റീവ് ഫ്ലോ എന്ന് നമുക്ക് പറയാം. ആക്റ്റീവ് ഫ്ലോ ഉള്ളിടത്താണ്. സോ വീനസ് ത്രോംബൈ ഉണ്ടാകുന്നത് സ്റ്റാസിസ് ഉള്ളിടത്താണ് ഇതുണ്ടാവുക. സ്ലോ മൂവിങ് ഓർ സ്ലഗ്ഗിഷ് ബ്ലഡ് ഫ്ലോ ഉള്ളിടത്താണ് സ്റ്റാസിസ് ഉണ്ടാവുക. ആൻഡ് ആർട്ടീരിയൽ ത്രോംബൈ ഡ്യൂ ടു ഇപ്പോൾ ടർബുലന്റ് ഫ്ലോ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എൻഡോത്തീലിയൽ ഇഞ്ചുറി ഉണ്ടാകാം എന്ന് നമ്മൾ പറഞ്ഞു. സോ എൻഡോത്തീലിയൽ ഇഞ്ചുറി ആണ് അപ്പോൾ ഇതിന് കാരണമെങ്കിൽ, ഇവിടെ വീനസ് ത്രോംബൈ ഉണ്ടാവാനുള്ള കാരണം സ്റ്റാസിസ് ആണ്. പതിയെ ഒഴുകുമ്പോൾ മോർ ഇന്ററാക്ഷൻ അല്ലെ, പ്ലേറ്റ്ലെറ്റ്സും എൻഡോത്തീലിയൽ സെൽസും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് കൂടുതലാണ്, അതാണ് കാരണം. ഇനി ആർട്ടീരിയൽ ത്രോംബൈ ഈസ് ഗ്രേ വൈറ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഗ്രേ വൈറ്റ് ആണ്, അത് പെയിൽ ആണ്. സോ കാരണം എന്തുകൊണ്ടാണ്? പ്ലേറ്റ്ലെറ്റ് ആണ് കൂടുതൽ ഇതിനകത്തുള്ളത്, ബിക്കോസ് മോർ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്. വൈൽ വീനസ് ത്രോംബൈ ഈസ് റെഡ് ബ്ലൂ കളറാണ്. കാരണം അതിനകത്ത് RBC ഉണ്ട്, RBC WBC ഒക്കെ ഉള്ളതുകൊണ്ട് റെഡ് ബ്ലൂ കളറാണ്. സോ അതുകൊണ്ട് നമ്മൾ ആർട്ടീരിയൽ ത്രോംബൈയെ നമ്മൾ വിളിക്കുക വൈറ്റ് ത്രോംബൈ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ നമ്മൾ വീനസ് ത്രോംബൈയെ നമ്മൾ റെഡ് ത്രോംബൈ എന്നാണ് നമ്മൾ വിളിക്കുക. മൈക്രോസ്കോപ്പി കഴിഞ്ഞ് മൈക്രോസ്കോപ്പിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻ ആർട്ടീരിയൽ ത്രോംബസ് നമുക്ക് കാണാവുന്നത് ലൈൻസ് ഓഫ് സാൻ കാണാം, ZAHN നമുക്ക് കാണാം. എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ഏരിയ, പിന്നെ ഒരു റെഡ് ഏരിയ. വൈറ്റ് ഏരിയ ഈസ് ബിക്കോസ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഫൈബ്രിൻ ആണ്. റെഡ് ഏരിയ ബിക്കോസ് ഓഫ് എന്താണ് സംഭവം, ഇതാണ് റെഡ് ഏരിയ ബിക്കോസ് ഓഫ് RBC ആൻഡ് WBC. സോ ഇങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് വൈറ്റ് ആൻഡ് റെഡ് ഏരിയ നമുക്ക് കാണാം. സോ ഇതിനാണ് നമ്മൾ ലൈൻസ് ഓഫ് സഹാൻ എന്ന് പറയാ. ഇതിനകത്ത് അത് ഇല്ല, ഇതിനകത്ത് നമ്മൾ റെഡ് ത്രോംബൈ ആണെന്ന് പറയും. സോ വീനസ് ത്രോംബൈ നോ ലൈൻസ് ഓഫ് സഹാനിനെ നമ്മൾ വേറൊരു പേര് വിളിക്കുന്നത് കോറൽ ലൈൻ ത്രോംബസ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അടുത്ത പോയിന്റ് ആർട്ടീരിയൽ ത്രോംബയുടെ പ്രൊപ്പഗേഷൻ. സോ ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ ബ്ലഡ് ഇങ്ങോട്ടാണ് ഒഴുകുന്നെങ്കിൽ അതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് റിട്രോഗ്രേഡ് ആണ്. എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് ബ്ലഡ് ഒഴുകുന്നു, ഇങ്ങോട്ടേക്കാണ് സംഭവം ഉണ്ടായി വരിക. റിട്രോഗ്രേഡ് ആണ് ബ്ലഡ് ഫ്ലോ. ഇങ്ങോട്ടാണെങ്കിൽ പ്രൊപ്പഗേഷൻ ഈസ് ബാക്ക്വേർഡ് ആണ്, റിട്രോഗ്രേഡ് പ്രൊപ്പഗേഷൻ എന്ന് നമുക്ക് എഴുതാം. ഇവിടെ വെയിനിലാണെങ്കിൽ ബ്ലഡ് ഇങ്ങോട്ടാണ് ഒഴുകുന്നതെങ്കിൽ ഇങ്ങോട്ട് തന്നെയാണ് ഉണ്ടാവുക. സോ ഇറ്റ് ഈസ് ആന്റിഗ്രേഡ്. സോ റിട്രോഗ്രേഡ് ആൻഡ് ആന്റിഗ്രേഡ്. ഓക്കെ, സോ ചിലപ്പോൾ അപൂർവമായിട്ട് ഇങ്ങോട്ടേക്കും വളരാം, ഇൻ ബോത്ത് ഡയറക്ഷൻ വരാം. എന്തായാലും ഇങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ ഹേർട്ടിന്റെ ഡയറക്ഷൻ ആണ്, ഇങ്ങോട്ടേക്ക് പോകുന്നതും ഹേർട്ടിന്റെ ഡയറക്ഷനിലേക്കാണ്. ഉള്ള പടം വരയ്ക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാം. ഒന്ന് ആർട്ടീരിയൽ ത്രോംബൈ ഈസ് മ്യൂറൽ ആണ്. മ്യൂറൽ എന്ന്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂറൽ എന്ന് വെച്ചാൽ ഭിത്തി എന്നാണ് അർത്ഥം. സോ ഭിത്തിയിൽ മാത്രമാണ് എന്താ ലൂമൻ ഓഫ് ദ വെസൽ. അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നില്ല, അടയുന്നില്ല. സോ യൂഷ്വലി ബ്ലഡ് ഫ്ലോ ഈസ് പോസിബിൾ. പക്ഷെ ഇങ്ങോട്ടേക്കുള്ള ഈ ഓർഗനിലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് മൊത്തം ബ്ലഡ് എത്തുന്നില്ല. സോ ഹാഫ് ഒക്ലൂഡിങ് അല്ലെങ്കിൽ യൂഷ്വലി കംപ്ലീറ്റ് ആയിട്ട് ഒക്ലൂഡ് ചെയ്യുന്നില്ല, തടസ്സം ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. വീനസ് ത്രോംബസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ക്ലൂസീവ് ആണ്. ഇതൊരു തടസ്സമാണ് ഉണ്ടാക്കുന്നത്. ലൂമൻ കംപ്ലീറ്റ് ആയിട്ട് അടയുന്ന കേസാണ് മിക്കവാറും ഇൻ വീനസ് ത്രോംബോസിൽ ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് ഒക്ലൂസീവ് ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് അടയുന്നില്ല, ഇൻകംപ്ലീറ്റ് ആണ്. സോ ഈ ത്രോംബൈ മൂലം ആർട്ടീരിയൽ ആണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ഇങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറെ തടസ്സപ്പെടുന്നു. അപ്പോൾ ഇഷ്കീമിയ അടുത്ത പോയിന്റ് ആണ്. ഇഷ്കീമിയ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇൻഫാർക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. ഉദാഹരണം ബ്രെയിനിൽ ഹേർട്ട് അവിടേക്കുള്ള ഭാഗങ്ങളിലൊക്കെ ഇഷ്കീമിയ ഇൻഫാർക്റ്റ് ഒക്കെ ഉണ്ടാക്കാം. ടിഷ്യൂസിലാണെങ്കിൽ അത് ക്യാൻ കോസ് ഹൈപ്പോക്സിയ ആൻഡ് ഡാമേജ് ഒക്കെ ഉണ്ടാക്കാം, ഗാംഗ്രീൻ ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ വീനസ് ത്രോംബോസ് ആണെങ്കിലോ ഇങ്ങോട്ടേക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്, തടസ്സം കംപ്ലീറ്റ് ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുന്നതുകൊണ്ട് ദിസ് ക്യാൻ കോസ് എഡീമ, നീരവിടെ വയ്ക്കാം. ദെൻ അത് ഇളകിപ്പോയിട്ട് എംബോളിസം കൂടുതൽ ഉണ്ടാകാം. ദെൻ ഇവിടെ സ്കിൻ അൾസർ, സ്കിന്നിലാണെങ്കിൽ പുവർ വൂണ്ട് ഹീലിംഗ് ഉണ്ടാക്കാം. ദെൻ ത്രോംബോഫ്ലബൈറ്റിസ് മൈഗ്രൻ, ത്രോംബോഫ്ലബൈറ്റിസ് മൈഗ്രൻസ് ഉണ്ടാക്കുന്നത് ക്യാൻസറിലാണ്. പിന്നെ അടുത്ത ചോദ്യം വിച്ച് ഈസ് മോർ കോമൺ, ഏതാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ലെസ് കോമൺ ആണ്. ആർട്ടീരിയൽ ഈസ് ലെസ് കോമൺ ആണ്, പക്ഷേ ദിസ് ഈസ് മോർ കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത് വീനസ് ത്രോംബോസ്. പിന്നെ സൈഡ്സ് എവിടെയൊക്കെ ഉണ്ടാകാം എന്ന് വെച്ചാൽ ഇത് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുക ഏറ്റവും കൂടുതൽ കൊറോണറീസ്, ഹൃദയത്തിലെ ബ്ലഡ് വെസൽസിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ സെറിബ്രൽ ഉണ്ടാകാം, ഫീമറൽ കാണാം, റീനൽ, മെസൻട്രി ഇവിടെയൊക്കെ ഉണ്ടാകാം. വീനസ് ത്രോംബോസ് ഏറ്റവും കൂടുതലാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതലുള്ളത് അവിടെ തന്നെ വെയിൻസ് ഓഫ് ദ ലെഗ് ആണ്, കാലിലാണ്. സൂപ്പർഫിഷ്യൽ വെരിക്കോസ് വെയിൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. സോ വെയിൻസ് ഓഫ് ദ ലോവർ ലിംബ്, ദെൻ ഫീമോറൽ ഭാഗത്ത് ഉണ്ടാകാം, പോപ്ലിറ്റിയൽ ഭാഗത്ത് ഉണ്ടാക്കാം, ഇലിയാക് ഇവിടെയൊക്കെ കൂടുതൽ ഉണ്ടാകും. സോ അപ്പൊ നമുക്ക് ഫേറ്റ് കൂടി പറഞ്ഞു നിർത്താം. ഫേറ്റ് ഓഫ് ത്രോംബസ്, വൺ ഫേറ്റ് ഈസ് ടു റിസോൾവ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും റിസോൾവ് ബൈ ടൈം, സോ റെസല്യൂഷൻ എന്ന് നമുക്ക് എഴുതാം. രണ്ടാമത്തത് ഇറ്റ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ആകാം, കുറച്ചും കൂടി പല രീതിയിൽ. ഉദാഹരണത്തിന് അവിടെ കാൽസിഫിക്കേഷൻ നടക്കാം. കാൽസിഫിക്കേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ആയി വിൽ ബിക്കം ഹാർഡായിട്ട് മാറും. മൂന്നാമത്തത് ഇറ്റ് ക്യാൻ പ്രൊപ്പഗേറ്റ്, അവിടെ നിന്ന് അടുത്ത ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വളർന്ന് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വളർന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാം. നാലാമത്തത് ഇറ്റ് ക്യാൻ ഡിറ്റാച്ച്, അവിടെ നിന്ന് വിട്ടു പോകാം. സോ ഡിറ്റാച്ച് ചെയ്യാം, ഡിറ്റാച്ച് ടു അതർ ആൻഡ് ഇറ്റ് ക്യാൻ ക്രോസ് ത്രോംബോ എംബോളിസം ഉണ്ടാക്കും. ആൻഡ് ഇടയിലുള്ള പല ഡിസീസും ഞാൻ വിട്ടിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ത്രോംബോസിസ് മാത്രം പറയാനായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തതാണ്. സോ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ അബൌട്ട് ത്രോംബോസിസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.